വലിയ പ്രശ്നമില്ലാന്ന് തോന്നുന്നുണ്ട്. ഫിലമെൻറ്റ് സ്റ്റക്കായതാണ്. ടെമ്പറേച്ചർ കുറഞ്ഞിട്ടാവാം, പൊടി കാരണമാവാം, ഫിലമെൻറ്റിൻ്റെ ക്വാളിറ്റി കുറഞ്ഞുകൊണ്ടാവാം. ഇനി അതൊന്ന് വൃത്തിയാക്കിയിട്ട് നോക്കാം. പ്രിൻ്റ് ചെയ്യുന്നുണ്ട്. മൊബൈലിൽ ടൈം ലാപ്സ് എടുത്താണ്, പക്ഷേ ഇടയ്ക്ക് വെച്ചിട്ട് അത് ഓഫായി. പ്രിൻ്റ് ചെയ്യണത് ഒരു ബെഞ്ച് മാർക്ക് മോഡലാണ് കേട്ടോ. ഇത് പ്രിൻ്റ് ചെയ്താൽ പ്രിൻറ്റിങ്ങിൻ്റെ ഇഷ്യൂസ് മനസ്സിലാവും. കാരണം ഇതിൽ കുറേ ഷേപ്പും കുറേ സൈസും ഒക്കെ ഉണ്ട്. ബെഞ്ച് എന്നാണ് ഇതിൻ്റെ പേര്. ഒരു ബോട്ടിൻ്റെ ഷേപ്പിലാണിത്. അങ്ങനെ അത് പ്രിൻ്റ് ചെയ്തിട്ടാ. സാധനം പെർഫെക്റ്റ് അല്ല ഓബിയസ്ലി, പക്ഷേ എൻ്റെ സാറേ ഇപ്പോൾ കിട്ടിയൊരു സന്തോഷം, ആശ്വാസം, സംതൃപ്തി ഉണ്ടല്ലോ, അത് പറയാൻ പറ്റില്ല മക്കളെ. ബിസ്മി ചൊല്ലി സാധനം അതൊന്നും എടുക്കാം. അമ്പട. അതിന് ശേഷം ഒരു നോബ് പ്രിൻ്റ് ചെയ്ത്. പ്രിൻ്ററിൻ്റെ എക്സ്ട്രൂഡറിന് ആവശ്യമുള്ളതാണിത്. അതെടുത്തപ്പോൾ ആദ്യം പൊട്ടിയെന്നാണ് വിചാരിച്ചത്, പക്ഷേ അത് ജസ്റ്റ് അതിൻ്റെ പുറത്തുള്ള സ്കേർട്ട് എന്ന് പറഞ്ഞൊരു സാധനം. അങ്ങനെ ഒരു ഫുൾ സർക്കിൾ എത്തി. അതായത് പ്രിൻ്റർ ശരിയാക്കി, എന്നിട്ട് പ്രിൻ്ററിന് ആവശ്യമുള്ളത് പ്രിൻ്റ് ചെയ്തു. അങ്ങനെ പ്രിൻ്റർ റെഡിയായി. ഇനി ഇത് വെച്ചൊരു പെടക്കണം. നിങ്ങളുടെ ഐഡിയാസൊക്കെ കമൻറ്റ് ചെയ്യും. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രിൻ്റ് ചെയ്യാനുണ്ടെങ്കിൽ എന്നെ ഇൻസ്റ്റയിൽ കോൺടാക്ട് ചെയ്താൽ മതി, നമുക്ക് സെറ്റാക്കാം. കുറച്ച് വീഡിയോസൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതിങ്ങനെ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അലക്കാം, അലക്കി പൊളിക്കാം. അപ്പോൾ ഒരു ഫോളോ കൊടുക്കുക ഗൈസ്. ലൈക്ക്, കമൻറ്റ്, ഷെയർ ഒന്നും കുറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ആക്കിക്കോ, അവിടെ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ് വീഡിയോസൊക്കെ എൻജോയ് ചെയ്യുക. ബൈ, പീസ്, ലവ് ആൻഡ് ടേക്ക് കെയർ. എല്ലാം ശരിയാവും. കണ്ടാ, ഞാൻ പറഞ്ഞില്ലേ എല്ലാം ശരിയാവും.